അപ്പോൾ പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ സർവകലാശാലകളിലാകെ പ്രശ്നമാണ്. പ്രത്യേകിച്ച് KTUവിൽ അവിടെ ഓണമാവുന്നു, ബാക്കിയുള്ള ആളുകൾക്കെല്ലാം ശമ്പളം കിട്ടിത്തുടങ്ങുന്നു. പക്ഷേ KTU കേരള സാങ്കേതിക സർവകലാശാലയിലെ ജീവനക്കാർക്ക് മാത്രം ശമ്പളം കിട്ടുന്നില്ല. എന്താ കാര്യം? സിൻഡിക്കേറ്റ് ചേരുന്നില്ല. സിൻഡിക്കേറ്റ് ചേരാത്തത് എന്താ? സിൻഡിക്കേറ്റ് അംഗീകരിക്കാത്ത വൈസ് ചാൻസലർ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ഈ മാസത്തെ ശമ്പളം കിട്ടുമോ എന്നൊരു വലിയ ആശങ്കയിലാണ് നമ്മുടെ കേരള സാങ്കേതിക സർവകലാശാലയിലെ അധ്യാപകരും അനധ്യാപകരുമെല്ലാം. 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം ഇന്ന് ചേരും. രാവിലെ 11 മണിക്ക് സർവകലാശാല ആസ്ഥാനത്ത് യോഗം ചേരും. രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പനാണ് അത് കേരള സർവകലാശാലയിൽ അംഗങ്ങൾക്ക് മീറ്റിംഗിനുള്ള നോട്ടീസ് നൽകിയത്. അതിനിടെ സാങ്കേതിക സർവകലാശാലയിൽ നിർണായകമായ സിൻഡിക്കേറ്റ് യോഗം ഇന്ന് ചേരും. ബജറ്റ് അടക്കമുള്ള അജണ്ടകൾ യോഗത്തിൽ ചർച്ചയാകും. അത് പാസ്സാക്കാതെ കേരള സാങ്കേതിക സർവകലാശാലയിൽ ശമ്പളം മാറൂല. അതാണ് പ്രശ്നം. കേരള സർവകലാശാലയിലാണെങ്കിൽ മിനി കാപ്പനാണ്. മിനി കാപ്പനെ സിൻഡിക്കേറ്റ് അംഗീകരിക്കാത്ത രജിസ്ട്രാർ ഇൻചാർജാണ്. അവിടെ അനിൽകുമാർ രജിസ്ട്രാർ ആയിട്ടുണ്ട് എന്നുള്ളതാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നത്. മിനി കാപ്പൻ വിളിക്കുന്ന യോഗത്തിൽ പങ്കെടുത്താൽ ആ രജിസ്ട്രാർ ഇൻചാർജിനെ ഞങ്ങൾ അംഗീകരിച്ചു എന്ന നിലയാവും എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഒരു സാങ്കേതിക പ്രശ്നം. ഗോപാലുണ്ട്. ഗോപാൽ, വെരി ഗുഡ് മോർണിംഗ് ഗോപാൽ. ആദ്യം നമുക്ക് കേരള സർവകലാശാലയിലെ വിഷയത്തിലേക്ക് വരാം. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ മിനി കാപ്പൻ വിളിച്ചു ചേർത്ത സിൻഡിക്കേറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ടോ? അങ്ങനെ പങ്കെടുത്താൽ അത് മിനി കാപ്പന്റെയും VC-യുടെയും നീക്കത്തിനെ സാധൂകരിക്കുന്നതാവും. അത് ആ രജിസ്ട്രാറെ അംഗീകരിച്ചു എന്ന നിലയാവും. എന്നാൽ പങ്കെടുക്കാതിരുന്നാൽ കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കുണ്ടോ? ഗോപാൽ ശിലാസനൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. വലിയ ധർമ്മസങ്കടത്തിലാണ് കേരള സർവകലാശാലയിലെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. കാരണം ഇത്ര കാലവും സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത് സിൻഡിക്കേറ്റ് യോഗം വിളിക്കണം എന്നായിരുന്നു. അങ്ങനെ ആറ്റുനോറ്റ് സിൻഡിക്കേറ്റ് യോഗം വിളിച്ചപ്പോൾ ആ സിൻഡിക്കേറ്റ് യോഗം തങ്ങൾക്ക് തന്നെ പണിയാകുമോ എന്ന തരത്തിലേക്ക് ഒരു ആശങ്ക അവർക്കുണ്ട്. കാരണം സാധാരണഗതിയിൽ രജിസ്ട്രാറാണ് എല്ലാ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കും ഈ യോഗത്തിൻ്റെ നോട്ടീസ് നൽകുക. അത്തരത്തിൽ ഇത്തവണ നോട്ടീസ് നൽകിയത് മിനി കാപ്പനാണ്. അതിനുള്ള കാരണം VC പറയുന്നത് KS അനിൽകുമാർ സസ്പെൻഷനിലാണ്. നിങ്ങൾ സസ്പെൻഷനിലല്ല എന്ന് പറഞ്ഞാൽ അത് സസ്പെൻഷൻ അല്ലാതാകില്ല. അതുകൊണ്ട് തന്നെ മിനി കാപ്പൻ രജിസ്ട്രാർ ഇൻചാർജ് വഴി എല്ലാ അംഗങ്ങൾക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഇതുവരെയും കേരള സർവകലാശാല ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ തീരുമാനമെടുത്തിട്ടില്ല. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ പങ്കെടുത്താൽ മിനി കാപ്പൻ എന്ന രജിസ്ട്രാർ ഇൻചാർജിനെയും ഡോക്ടർ KS അനിൽകുമാറിൻ്റെ സസ്പെൻഷനെയും അംഗീകരിച്ചു കൊടുക്കുകയും സമ്മതിച്ചു കൊടുക്കുകയും ചെയ്യുന്നൊരു സ്ഥിതി ഉണ്ടാകും. അത് ഇത്രനാളും നടത്തിയ രാഷ്ട്രീയ പോരാട്ടത്തിന് മങ്ങലേൽപ്പിക്കുന്നതാണ്, തിരിച്ചടി ഉണ്ടാക്കുന്നതാണ് എന്ന ഒരു വിലയിരുത്തലിലാണ് ഇപ്പോൾ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉള്ളത്. മറുവശത്തെ യോഗത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അത് ഹൈക്കോടതിയിൽ തിരിച്ചടിയാകുമോ എന്നൊരു ആശങ്ക കൂടി നിൽക്കുന്നുണ്ട്. കാരണം ഈ ഡോക്ടർ KS അനിൽകുമാർ തന്നെ സ്വസ്ഥമായി സുഗമമായി ജോലി ചെയ്യാൻ VC-യും മിനി കാപ്പനും അനുവദിക്കുന്നില്ല എന്ന് കാട്ടിക്കൊണ്ടൊരു ഹർജി ഹൈക്കോടതിയിൽ നൽകിയിരുന്നു. ആ ഹർജി വാദം പൂർത്തിയായി വിധി പ്രഖ്യാപിക്കാനായി മാറ്റിവെച്ചിരിക്കുകയാണ്. ആ ഹർജി നിരനിൽക്കെ ഇത്തരത്തിൽ ഒരു ഇടപെടൽ സിൻഡിക്കേറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അത് ഒരുപക്ഷെ വിധിയെ സ്വാധീനിക്കുമോ എന്നതാണ് കേരള സർവകലാശാലയിലെ പ്രശ്നം. ഇതിൽ ഇന്ന് രാവിലെ പാർട്ടി നേതൃത്വവുമായി കൂടി ആലോചിച്ച ശേഷമാകും യോഗത്തിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം. ഇനി നമ്മൾ KTUവിലേക്ക് വന്നാൽ സാങ്കേതിക സർവകലാശാലയിൽ ഇന്ന് സിൻഡിക്കേറ്റ് യോഗത്തിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ പങ്കെടുത്തില്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാരുടെ ഓണം പെരുവഴിയിലാവും. അവർക്ക് ശമ്പളം കിട്ടാത്ത സാഹചര്യമുണ്ട്. ബജറ്റ് അടക്കമുള്ള കാര്യങ്ങൾ പാസ്സാക്കണം. KTUവിലും ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗം നിർണായകമാണ്. അവിടെ ഇവിടുത്തെ അംഗങ്ങൾ പങ്കെടുക്കാൻ സാധ്യതയുണ്ടോ ഇന്ന്? കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന് പറയുന്നത് പോലെ സാങ്കേതിക സർവകലാശാലയിലെ ജീവനക്കാർ എന്ത് വിറ്റ് ഓണം ഉണ്ണും എന്ന ആശങ്കയിലായിരുന്നു ഇത്ര ദിവസവും ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ അവർക്ക് ആശ്വസിക്കാൻ തക്കതായിട്ടുള്ള ഒരു വാർത്ത വന്നിരുന്നു. കാരണം ആ ഫിനാൻസ് കമ്മിറ്റി യോഗം ഇന്നലെ ചേർന്നപ്പോൾ ആ യോഗത്തിൽ എതിർപ്പുകളൊന്നും ഉണ്ടായില്ല. ബജറ്റ് ശുപാർശ അംഗീകരിച്ച് ബജറ്റ് പാസ്സാക്കുന്നതിന് വേണ്ടി സിൻഡിക്കേറ്റിനോട് ശുപാർശ നൽകിയിട്ടുണ്ട്. അതുപ്രകാരം ഇന്നത്തെ യോഗത്തിൽ മറ്റ് അത്ഭുതങ്ങളോ മറ്റ് രാഷ്ട്രീയ നീക്കങ്ങളോ ഒന്നും ഉണ്ടായില്ലെങ്കിൽ ബജറ്റ് പാസ്സാവുകയും ഇന്നോ നാളെയോ കൂടി ജീവനക്കാർക്ക് ശമ്പളം, വിരമിച്ചവർക്ക് പെൻഷൻ എന്നിവ കിട്ടുമെന്നാണ് കണക്ക് കൂടുന്നത്. 3 മാസത്തെ പെൻഷനും 2 മാസത്തെ ശമ്പളവുമാണ് അവിടെ നൽകി തീർക്കാനുള്ളത്. ഇന്ന് രാവിലെ 11 മണിക്ക് തന്നെയാണ് അവിടെയും ഈ സിൻഡിക്കേറ്റ് യോഗം ചേരുന്നത്. സർവകലാശാല ആസ്ഥാനത്ത് ചേരുന്ന യോഗത്തിൽ പ്രതിനിധികൾ പങ്കെടുക്കും. അതായത് ഇടത് MLA-മാരായിട്ടുള്ള 2 പ്രതിനിധികൾ, അതിനോടൊപ്പം തന്നെ സർക്കാർ പ്രതിനിധികൾ, കൂടാതെ സർവകലാശാലയിലെ പ്രതിനിധികൾ എന്നിവർ ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യോഗത്തിൽ ബജറ്റ് അവതരിപ്പിക്കുകയും ആ ബജറ്റ്
പാസ്സാക്കുകയും ചെയ്യും. ബജറ്റ് പാസ്സായി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അത് ബോർഡ് ഓഫ് ഗവർണേഴ്സ് യോഗത്തിൽ വെച്ച് അതിന്റെ കൂടി അപ്രൂവൽ, ആ യോഗത്തിന്റെ കൂടി അനുമതി തേടിയതിനു ശേഷമായിരിക്കും ബജറ്റിന്മേലുള്ള തുടർ നടപടികൾ സ്വീകരിക്കുക. എന്നാൽ അതിലേക്ക് കടക്കാൻ സാധ്യതയില്ല. ഇനി ബിയോജിക്ക് ശരി. ഗോപാൽ ശിലാസനിലാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിർണായകമായ 2 സർവകലാശാലകളിലെയും സിൻഡിക്കേറ്റ് യോഗങ്ങളുണ്ട്. അതിൽ ഒന്നിൽ പങ്കെടുക്കാൻ സാധ്യത കുറവാണ്. എന്നാൽ മറ്റതിൽ അങ്ങനെയല്ല. സിൻഡിക്കേറ്റ് യോഗം ഫിനാൻസ് കമ്മിറ്റി റെക്കമെൻഡേഷൻ അംഗീകരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. നടക്കട്ടെ, ഓണം വരികയല്ലേ, എല്ലാവർക്കും ജീവിക്കണ്ടേ, എല്ലാവർക്കും ഓണം ആഘോഷിക്കണം. അതുകൊണ്ട് KTUവിൽ ആ പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് കരുതുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളുടെ വാർത്തായാത്ര തുടരുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരും ഏത് മൂഡ്? ഓണം മൂഡിലാണ്. റിപ്പോർട്ടറും ഓണം മൂഡിലേക്ക് കടന്നിരിക്കുന്നു. ഒന്നൊന്നര ഓണമാണ് റിപ്പോർട്ടർ പ്രേക്ഷകർക്കായിട്ട് ഒരുക്കുന്നത്. ഒരുപാട് വിഭവങ്ങൾ പ്രേക്ഷകർക്കായിട്ട് നമ്മൾ ഒരുക്കുന്നുണ്ട്. പ്രേക്ഷകർ കാത്തിരിക്കുക. ഉത്രാടം നാൾ